ഇന്നത്തെ കാരുണ്യ 1 കോടി രൂപ. ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുന്നു. കാരുണ്യ ഇന്നത്തെ കാരുണ്യ 1 കോടി രൂപയാ. ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുകയാണ്. ഇന്നത്തെ കാരുണ്യ ഭാഗ്യദേവത നിങ്ങളെ മാടി വിളിക്കുകയാണ്. ആ സമ്മാനം ഉറപ്പാ. ഒന്ന് മതി. ഓക്കെ ശരി. വാ ഒരു ടിക്കറ്റ് എടുത്തേ. സമ്മാനം ഉറപ്പാ. കാരുണ്യ ലോട്ടറിയാ. കാരുണ്യ മതി. ശരി. ഇന്നത്തെ കാരുണ്യ 1 കോടിയാ. ഒന്നെടുക്ക് സാർ. നാളെ സമ്മാനം ഉറപ്പാ സാറേ. ഒരെണ്ണം സാർ നാളെ. ഒന്നെടുക്കട്ടെ. ഇന്നലെ നറുക്കെടുത്തതാ. നോക്കിക്കേ എന്തെങ്കിലും ഉണ്ടോ. തന്നാട്ടെ. നോക്കട്ടെ. ആഹാ 5000 അടിച്ചു. ഭാഗ്യവാൻ. എന്നാ കാശ് തന്റെ അടുത്ത് തന്നെ എടുത്ത ടിക്കറ്റാ. അയ്യോ എന്റെ അടുത്ത് അത്രയും കാശൊന്നുമില്ല. ഏജൻസി പോയി വാങ്ങിച്ചു. അവിടുന്ന് തന്നെ വരുന്നേ. എന്നിട്ട് അവര് കാശ് തന്നില്ലേ? വേറെ ആരാണ്ടോ ടിക്കറ്റും കൊടുത്ത് കാശ് വാങ്ങി പോയെന്ന്. ഇതേ നമ്പറിൽ നിന്ന്. ഷടാ അതെങ്ങനെ സംഭവിച്ചു? അത് തന്നെ എനിക്കും അറിയേണ്ടത്. സത്യം പറ, താൻ ഉടായ്പ ടിക്കറ്റല്ലേ വിൽക്കുന്നത്? ഞാനേ 15 വർഷമായി ഈ ബിസിനസ് തുടങ്ങിയിട്ട്. ഉടായ്പ കാണിക്കേണ്ട ആവശ്യം ഈ ശശിക്കില്ല. എങ്കിലെന്റെ കാശ് കേടോ. തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ലോട്ടറി ഓഫീസിൽ ചെന്ന് പറയണം. അവിടുന്ന് ഞാൻ ടിക്കറ്റ് വാങ്ങുന്നേ. അല്ല എന്റെ വീട്ടിലൊന്നും അല്ല ഇത് അടിക്കുന്നത്. അങ്ങനെ പോകാൻ വരട്ടെ. എന്റെ കാശ് കേടോ. എന്റെ ബാഗ് വിടറാ. മതി. എടാ കാശ് തരാൻ. ഇനിമേൽ ഉടായ്പ കൊണ്ട് നടന്നാലുണ്ടല്ലോ. കാശ് തടാ. കാശിങ്ങ് തടാ. ഇങ്ങോട്ട് കള്ള ടിക്കറ്റ് വേണ്ടി മേലെ ഇറങ്ങിയുണ്ടല്ലോ. എന്റെ കാശ് തടാ. എന്റെ കാശ് തടാ. താൻ വിഷമിക്കാതെ പരിഹാരം ഉണ്ടാക്കുന്നേ. ഞാനല്ലയോ പറയുന്നേ. കരയാതോ. സാറിന് അറിയാമോ, കഴിഞ്ഞ 15 വർഷമായിട്ട് എനിക്ക് ലോട്ടറി കച്ചവടമാ. ഇന്നേ വരെ ഒരു ചീത്തപ്പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല സാറേ. എന്നെയാ. താൻ സമാധാനപ്പെടോ ശശി. അല്ല ഈ ആക്രമിച്ചവരെ ഇതിനു മുമ്പേ കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അതെ, അവൻ ബൈക്കേലാ വന്നേ. ആ വണ്ടിയുടെ നമ്പർ അറിയോ? അപ്പോഴത്തെ വെപ്രാളത്തിന് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പൊ പിന്നെ എങ്ങനാ? എന്തായാലും പരാതി എന്നല്ലോ. താൻ ചെല്ല്, ഞങ്ങൾ അന്വേഷിക്കാം. എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണേ സാറേ. എത്ര കൈക്കൂലി വേണേലും ഞാൻ തരാം. കൈക്കൂലിയോ? അതൊന്നും വേണ്ട. സാറേ ഇതിപ്പോ തന്നെ 2-3 കേസായി. ഒരേ നമ്പറിൽ 2 ലോട്ടറി. അതായത് 1 വ്യാജം. എന്തെല്ലാം ഉടായിപ്പാ നമ്മുടെ നാട്ടിൽ നടക്കുന്നേ. അതുകൊണ്ടല്ലേ നമുക്ക് പോലീസാന്നും പറഞ്ഞ് അരിമേടിക്കാൻ പറ്റും. ശരിയാ. താൻ ഏതായാലും ആ ലോട്ടറി ഓഫീസ് വരെ ഒന്ന് ചെല്ല്, നമുക്ക് നോക്കാം. ശരി സാർ. ഓരോരോ വാർത്തകളെ വായിച്ചു കഴിഞ്ഞാൽ കണ്ണടിച്ചു പോകും. ദൈവത്തിനറിയാം ഇതൊക്കെ സത്യമാണോന്ന്. ലോട്ടറി തട്ടിപ്പ് വ്യാപകമാകുന്നു. സമ്മാനമടിക്കുന്ന ടിക്കറ്റിന്റെ വ്യാജനുമായി വന്ന് പൈസ തട്ടുന്ന സംഘം കൊന്നത്തടി. പോലീസ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു. ഇതുമൂലം കെണിയിലാകുന്നത് ചെറുകിട കച്ചവടക്കാർ. എടോ ദിനേശ, താനിങ്ങി വന്നേ. താനെന്താടോ വേതാളമാണോ ഈ വിക്രമാദിത്യന്റെ പുറകിൽ ഇങ്ങനെ നടക്കാൻ? എടോ തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചായിരുന്നോ? സോറി സാർ. നിക്കടോ, തന്നോട് ആരെങ്കിലും പോകാൻ പറഞ്ഞു? അവിടെ നിൽക്ക്. സോറി സാർ. എടോ ആ ലോട്ടറി തട്ടിപ്പിനെതിരെ 3-4 പരാതി കിട്ടിയിട്ട് എന്തായി? പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് സാർ. പരാതി ഫയലിൽ വെക്കാനല്ല, അത് അന്വേഷിക്കണ്ടേ? അതെ സാർ, അന്വേഷിക്കാം. പോലീസ് ഇരുട്ടി തപ്പുകയെന്നും പറഞ്ഞ് വാർത്ത വന്നിരിക്കുന്നു. ഇനിയിപ്പോ വരും മേളിൽ നിന്ന് തെറിവിളി. പാട്ട് ഗോപ്പ് വെച്ചിട്ട് പാടി. സാറേ അത് റെക്കോർഡഡ് മെസ്സേജാ, അല്ലാതെ ആളല്ല.
എടോ കുന്തം വിഴുങ്ങിയ പോലെ ഇങ്ങനെ നിൽക്കാതെ ആ ലോട്ടറി കേസിന് ഒരു തുമ്പുണ്ടാക്ക്. ശരി സാർ. ഡോ, വേതാളം പുറകെ നിന്ന് വന്നാൽ മതി. സാർ എന്താണ്? സോറി സാർ. ഞാൻ വരുന്നില്ലെന്ന് അപ്പോഴേ പറഞ്ഞല്ലേ സാറേ. PA സാറിന്റെ വായിരിക്കുന്നത് കേൾപ്പിച്ചെന്നപ്പോ സാറിന് സമാധാനമായല്ലോ. അല്ലേ, തെറി ഷെയർ ചെയ്യാന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. വേതാളം എനിക്ക് പറ്റിയ പേരാ. ഞാൻ വിക്രമാദിത്യൻ. എന്തായി സാറേ അകത്തോട്ട് പോയിട്ട്? CA സാറിന്റെ വാലല്ലേ, പോയി അന്വേഷിക്കും. അല്ല, ഈ പരാതി കിട്ടിയിട്ട് അങ്ങേർ കൂടെ ഒന്ന് അന്വേഷിച്ചാൽ എന്താ കുഴപ്പം? അങ്ങേര് വാങ്ങുന്നൊന്നും ശമ്പളമല്ലേ? ഏത് കേസാ സാറേ? ആ ലോട്ടറി തട്ടിപ്പേ. ഓ, കൊടുത്തവർക്കാർക്കും ആർക്കാ സമ്മാനം അടിച്ചെന്ന് ഒരു നിശ്ചയമില്ല. പിന്നെ നമ്മൾ എന്തോ അടുത്ത് അന്വേഷിക്കാനാ? ചെറിയ തുകയായതുകൊണ്ട് ബാങ്ക് വഴി ട്രേസ് ചെയ്യാനും പറ്റില്ല. എടോ, അതുകൊണ്ടല്ലേ അവര് ചെറിയ തുകയിൽ തന്നെ തട്ടിപ്പ് നടത്തുന്നത്. സാറേ സാറേ എടോ, താൻ എപ്പോഴും ഇങ്ങനെ കയറി ഇറങ്ങണ്ട. പ്രതിയെ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിളിച്ച് അറിയിക്കാം. ഇതിന് മുംബൈ അധോലോകവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കുക. എന്തോന്ന് മുംബൈ? ഞങ്ങൾ അവനെ കണ്ടുപിടിച്ചു സാറേ. കണ്ടുപിടിച്ചോ? എന്നിട്ട് എവിടെ അവൻ? സാറേ, സംഭവത്തെ കുറിച്ച് ലോട്ടറിക്കാർ എല്ലാവരും കൂടി ഇന്റലിജൻസ് അന്വേഷണം നടത്തി. ലോട്ടറി ഇന്റലിജൻസ് അതെ. ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ ഷീലെ, അത് മിലിറ്ററി ഇന്റലിജൻസാ. ആ ജംഗ്ഷൻ അടുത്തുള്ള ആളൊഴിഞ്ഞ വീട്ടിലാ അവന്മാരുടെ പരിപാടി. അവിടെ ടിക്കറ്റിന്റെ നമ്പർ ചിരണ്ടാനുള്ള കെമിക്കലും അടിച്ച നമ്പർ പ്രിന്റ് ചെയ്യാനുള്ള മഷിയുണ്ട്. സാർ രാത്രി വന്ന കയ്യോടെ അവന്മാരെ പിടിക്കാം. സാറേ വരാം. പിന്നെ തൽക്കാലം വേറെ ആരോടൊന്നും പറയണ്ട. അവൻ രക്ഷപ്പെട്ടു. ഓക്കെ. വന്ന് സ്റ്റേഷനകത്താണോ ഇപ്പൊ ലോട്ടറി കച്ചവടം? പരാതി കൊടുത്തതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നാ സാറേ. ഏതാണോ കൂടിയത്? ഇന്നത്തെ ബമ്പർ 2 കോടി. ഇതിന്റെ കാശ് സമ്മാനം അടിക്കുമ്പോ തരാം, അല്ലെങ്കിൽ ഈ ടിക്കറ്റ് അതുപോലെ അങ്ങ് തിരിച്ചു തരും. നമുക്ക് ആരുടെ ഒന്ന് ഓസിന് വേണ്ടേ? PC. ഈ PC എന്ന് വെച്ചാ പോലീസ് കോൺസ്റ്റബിൾ എന്നാണോ? എന്തായാലും ഇരിക്കട്ടെ. SI ദിനേശിന്റെയും സംഘത്തിന്റെയും അതിബുദ്ധിപരമായ നീക്കത്തിലൂടെയാണ് ലോട്ടറി തട്ടിപ്പുകാരനായ ജേസൺ പിടിയിലായത്. പാവ ലോട്ടറി ഇന്റലിജൻസ്. ഒന്ന് പതുക്കെ പറ. അവരാ ഈ കേസിൽ തുമ്പുണ്ടാക്കിയെന്ന് പുറത്തെങ്ങാനും അറിയാം, നമ്മുടെ വില പോകും. ഹോൾ പോലീസ് സാറേ, ഡിപ്പാർട്ട്മെന്റ്. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാ സാറേ. ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവൻ കള്ള ലോട്ടറി അടിക്കുവാണോടാ ചെയ്യുന്നത്? റാസ്കൽ. BSc മാത്സ് ഫസ്റ്റ് റാങ്കാ സാറേ. പല ബിസിനസ്സും ചെയ്ത് പൊട്ടി, അതാ ഇതിലേക്ക് തിരിഞ്ഞത്. മിണ്ടാതെ കിടക്കണം അവിടെ. BSc കാരന് പറ്റിയ പണി. അവന്റെ പണി ഇല്ലേ? ബാക്കി ഇവിടെ ഒന്ന് വായിച്ചേ, കേൾക്കട്ടെ. SI ദിനേശിന്റെ വീരകൃത്യങ്ങൾ. സാറേ 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 അടിച്ചു സാറേ. ആരാണ് അടിച്ചത്? എവിടെ അടിച്ചത്? എങ്ങനെ? എന്നെ ഒറ്റ നീയാണല്ലോടാ. ഞാൻ ഇറങ്ങട്ടെ, നിനക്ക് ഞാൻ 8ന്റെ പണി തരുന്നുണ്ട്. അതിനുമ്പേ കരികിലടിച്ച് നിന്റെ നട്ടല് ഞാൻ വെള്ളായിക്കളയും. തന്നെ ആരാ അടിച്ചത്? എന്റെ കയ്യിൽ നിന്ന് എടുത്ത ടിക്കറ്റിന് 1ാം സമ്മാനം 2 കോടി അടിച്ചത്. അതായിരുന്നു. അതൊന്ന് മറ്റേ സാർ എടുത്താന്നോന്ന് എനിക്കൊരു സംശയം. ആ സാർ എന്തിയേ? അടിച്ചു സാറേ. സാറേ അടിച്ചു സാറേ. അല്ല സാറേ 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 അയ്യോ എന്നെ വെടിവെക്കരുത്. സാറേ കൂൾ. സാറിന് 2 കോടി രൂപ ലോട്ടറി അടിച്ചു. സാറേ എനിക്കോ? തന്നെ സാറേ. എന്റെ കയ്യിൽ നിന്ന് ആരും എടുത്ത ടിക്കറ്റിന് 1ാം സമ്മാനം. PC സീരീസിൽ തുടങ്ങുന്ന ടിക്കറ്റാ. അത് സാർ എടുത്തതാണോന്നാ ഒരു സംശയം. അതെ അതെ. ആണോ? അത് ഞാൻ എടുത്ത ടിക്കറ്റാണ്. PC നമ്പർ 36,858. കറക്റ്റ് ആണോ? 3 തുടങ്ങുന്ന നമ്പർ ആയിരുന്നു, ബാക്കിയൊന്നും ഓർമ്മയില്ല. സാറിന് ലോട്ടറി അടിച്ച്. സാറേ, സമ്മാനം അടിച്ച ടിക്കറ്റ് എവിടെ? എവിടെ സാറേ? ഇതിനകത്ത് കാണും, ഈ പോക്കറ്റില്. ടിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഇതിനകത്തൊക്കെ വെച്ചാ ഓ, വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിക്ക് സാറേ. വിളിക്ക്. ഇതിൽ വിളിക്ക്. സാറിന് ലോട്ടറി അടിച്ച്. സാറിന് ലോട്ടറി അടിച്ച്. നമ്മുടെ സാറിന് ലോട്ടറി അടിച്ച്. കാളി മോളെ, എടി ഒരു ലോട്ടറി ടിക്കറ്റ് അവിടെ കാണാൻ കണ്ടായിരുന്നു. എടി അതിനാണ് 2 കോടി രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. കാളി, എന്താ സാറേ? അവിടെ ചക്ക വെട്ടിയിട്ട പോലെ ഒരു സൗണ്ട് കേട്ട് അവിടെ ബോധം പോയെന്നാ തോന്നുന്നു.
ഞാൻ വീട്ടിൽ പോയി നോക്കിട്ട് വരാം. ഒന്ന് മാറിക്കേ. ലോട്ടറി അടിച്ച് എന്റെ സാറിന് ലോട്ടറി അടിച്ച്. അയ്യോ, ലോട്ടറി അടിച്ചേ സാറിന് ലോട്ടറി അടിച്ചേ. എവിടെ സാറേ? ഇതിനകത്ത് കാണും ഈ പോക്കറ്റില്. ടിക്കറ്റ് കൊണ്ട് കളഞ്ഞു. ഇനി ഇതിനകത്ത് എങ്ങനെ വെച്ചാ? ഓ വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിക്ക് സാറേ. വിളിച്ച് ചോദിക്ക് സാറേ. സാറേ, വീട്ടിൽ വിളി. വിളിക്ക്. ആലേ വേണ്ട, ഇതിൽ വിളിക്ക്. സാറിന് ലോട്ടറി അടിച്ച്. ഞാൻ വിളിക്കാം. അയ്യോ, സാറിന് ലോട്ടറി അടിച്ച്. നമ്മുടെ സാറിന് ലോട്ടറി അടിച്ച്. കാളി മോളെ, എടി ഒരു ലോട്ടറി ടിക്കറ്റ് അവിടെ കാണാൻ കണ്ടായിരുന്നു. എടി അതിനാണ് 2 കോടി രൂപ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത്. കാളി, എന്താ സാറേ? അവിടെ ചക്ക വെട്ടിയിട്ട പോലെ ഒരു സൗണ്ട് കേട്ടു. അവിടെ ബോധം പോയെന്നാ തോന്നുന്നു. ഞാൻ വീട്ടിൽ പോയി നോക്കിട്ട് വരാം. ഒന്ന് മാറിക്കേ. ലോട്ടറി അടിച്ച് എന്റെ സാറിന് ലോട്ടറി അടിച്ച്. അയ്യോ, ലോട്ടറി അടിച്ചേ സാറിന് ലോട്ടറി അടിച്ചേ. സർ, സർ എന്തായി സാർ? വീട്ടിൽ ഒരിടത്തും ടിക്കറ്റ് ഇല്ലടോ. ഇവിടെ ഓഫീസ് ഞങ്ങൾ അരിച്ചു പറക്കി നോക്കി, ഒരു രക്ഷയില്ല. എന്തായാലും ഉറപ്പാ സാറിന് തന്നെ അത് അടിച്ചിരിക്കുന്നത്. വേറെ ആരും സമ്മാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല. ശ്ശേ, എടോ, എന്നാലും ടിക്കറ്റ് ഇല്ലാതെ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം? അതും നേരെ സാറേ. അയ്യോ, കരയല്ലേ സാറേ? സാറിന് വിധിച്ചിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. പോട്ടെ, കരയല്ലേ സാറേ? സാറേ, സാർ, അയ്യോ, സാർ എന്തെങ്കിലും കടും കൈ ചെയ്യാൻ പോവാണോ? ഇത് ആത്മഹത്യ ചെയ്യാൻ പോകുന്നോ? താൻ പോയി ശല്യപ്പെടുത്തില്ലേ? സാറേ, വിടാൻ സാറേ. എടോ, കുഴപ്പമാവൂ. എന്ത് കുഴപ്പം സാറേ? ആ ശശി വിറ്റ ലോട്ടറിക്കാ 1ാം സമ്മാനം. സീരീസ് PC 950. അതെ, അതുപോലെ തന്നെ നമ്പർ 3-ൽ തുടങ്ങി 8-ൽ അവസാനിക്കുന്നു. സാറിന് ഓർമ്മയുണ്ട്? അതെ. കൂടാതെ ഇതുവരെ ആരും സമ്മാനത്തിന് അവകാശവാദം ഉന്നയിച്ചിട്ടുമില്ല. ഇല്ല. അതിനർത്ഥം സമ്മാനം അടിച്ചത് സാറിന് തന്നെയാണെന്നല്ലേ? എന്നാലും അതാ ഞാൻ പറയുന്നേ. ടിക്കറ്റ് കാണാതെ പോയി എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഇത്രയും വലിയൊരു സൗഭാഗ്യം തട്ടിക്കളയണോ? എങ്ങനെ പോയാലും എല്ലാം കഴിഞ്ഞ് സാറിന് ഒരു 1.25 കോടി രൂപ കിട്ടും. അതിൽ നിന്ന് വെറും 2 ലക്ഷം. അതേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അയ്യോ, തരാം. അതൊന്നും വിഷയമുള്ള കാര്യമല്ല. സത്യം പറഞ്ഞ ഞാൻ ഈ പരിപാടി നിർത്തിയതാ. പക്ഷേ സാറിന് വേണ്ടി ഒരിക്കൽ കൂടി ഞാനത് ചെയ്യാം. നാളെ രാവിലെ 10 മണിക്ക് ഒറിജിനലിനെ വെല്ലുന്ന ലോട്ടറി ടിക്കറ്റ് സാറിന്റെ കൈകളിൽ എത്തിയിരിക്കും. ഓക്കെ? ഓക്കെ. അങ്ങനെ ആശങ്കകൾക്ക് വിരാമമിട്ട് ആ ഭാഗ്യവാനെ കണ്ടെത്തിയിരിക്കുന്നു. കേരളം കാത്തിരുന്ന ബമ്പർ സമ്മാനം, 2.5 കോടി രൂപയുടെ സമ്മാനം ലഭിച്ച ആ ഭാഗ്യവാൻ മറ്റാരുമല്ല, തെങ്ങുമരം CI ഷിജു ഡാനിയൽ. തനിക്ക് സാധാരണ ടിക്കറ്റ് എടുക്കാൻ പതിവില്ലെന്നും സ്റ്റേഷനിലെത്തിയ ഒരു ലോട്ടറി വിൽപ്പനക്കാരനെ സഹായിക്കാൻ മാത്രമാണ് ആ ടിക്കറ്റ് എടുത്തതെന്നും ഷിജു. സമ്മാനാർഹമായ ടിക്കറ്റ് തെങ്ങുമരം സഹകരണ ബാങ്കിൽ ഏൽപ്പിച്ചതായി ഷിജു പറഞ്ഞു. ഹലോ, അതെ. ഓക്കെ. ക്യാഷിന്റെ കാര്യത്തിൽ പേടിക്കണ്ട. അതൊക്കെ ഞാൻ തരുമല്ലോ. ക്യാഷ് നമുക്കൊരു വിഷയമല്ല. ഓക്കെ. സർ ഞാൻ വിളിക്കാം. ഓക്കെ. ആലിക്കുട്ടി, താൻ പാസ്പോർട്ട് ഒക്കെ എടുത്തായിരുന്നു? കൊടുത്തു സാറേ. വെരി ഗുഡ്. നമുക്ക് അമേരിക്കയിൽ കുറ്റിയടിക്കാം. നമുക്ക് അമേരിക്കയിൽ സെറ്റിൽ ആകാം. എന്നെ അമേരിക്ക കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങോട്ട് മാറിയില്ലടോ സാറേ. മാറങ്ങോട്ട്. ഇതൊക്കെ എന്തോന്ന് വലിച്ചു പിടിച്ച് കളയാ അങ്ങോട്ട്. സാറേ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇരിക്കണം സാറേ, ഇരുന്നട്ടെ. ആലിക്കുട്ടി. ഓ സാറേ, സാറിന്റെ കാല വെയിലുള്ളതാണ്. അതൊക്കെ ഞാൻ തരുമല്ലോ. ക്യാഷ് നമുക്കൊരു വിഷയമല്ല. ഓക്കെ. സർ ഞാൻ വിളിക്കാം. ഓക്കെ. ആലിക്കുട്ടി, താൻ പാസ്പോർട്ട് ഒക്കെ എടുത്തായിരുന്നു? കൊടുത്തു സാറേ. വെരി ഗുഡ്. നമുക്ക് അമേരിക്കയിൽ കുറ്റിയടിക്കാം. നമുക്ക് അമേരിക്കയിൽ സെറ്റിൽ ആകാം. എന്നെ അമേരിക്ക കൊണ്ടുപോകാൻ പോകുന്നു. അങ്ങോട്ട് മാറിയില്ലടോ സാറേ. മാറങ്ങോട്ട്. ഇതൊക്കെ എന്തോന്ന് വലിച്ചു പിടിച്ച് കളയാ അങ്ങോട്ട്. സാറേ ഇങ്ങോട്ട് ഇരുന്നാട്ടെ. ഇരിക്കണം സാറേ, ഇരുന്നട്ടെ. ആലിക്കുട്ടി. ഓ സാറേ, സാറിന്റെ കാല. സാറെന്നെ അമേരിക്കയിൽ കൊണ്ടുപോകുന്നു പറഞ്ഞത് ഉള്ളതാണല്ലോ അല്ലേ സാറേ? എന്താ സംശയം? മാറിയില്ലടോ അങ്ങോട്ട്. സാർ ഇത്തിരി കാറ്റ് കൊള്ളട്ടെ. കാറ്റ് പോകാതെ നോക്കിക്കോ.
ആലിക്കുട്ടി ആ ഫയൽ എടുക്കരുത് അതോടെ ഫയൽ എടുത്താൽ എന്താ കുഴപ്പം? അത് സ്ത്രീപീഡന കേസിന്റെ ഫയലാ. സാറേ സ്ത്രീ പീഡന കേസാണെന്ന്. സ്ത്രീ പീഡന കേസിന്റെ ഫയലോ? എവിടെ നോക്കട്ടെ. ഇതാ സാറേ. സാർ ഇതാ. അയ്യോ സാർ അത് കേറിയോ? ഇവിടെ സ്ത്രീപീഡനം നടക്കുന്നതുകൊണ്ട് തനിക്ക് വല്ല സാർ ബുദ്ധിമുട്ടുണ്ട്. അത് കേസ് തീർപ്പായില്ല. അമേരിക്കയിലൊന്നും ഇതൊരു വിഷയമേ അല്ല. സാറേ അമേരിക്കയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? അമേരിക്കയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പക്ഷെ ഇതുപോലെ മാട്ട പോലീസ് സ്റ്റേഷൻ അല്ല. ഇതുപോലെ മാട്ട ഏസയും കാണില്ല അല്ലേ സാറേ? പിന്നെ എന്തൊക്കെയാണ് സാർ ഫ്യൂച്ചർ പരിപാടി? ക്യാഷ് കുറച്ച് ദിവസത്തിനുള്ളിൽ കിട്ടും. അത് കഴിഞ്ഞ് ബാക്കി കാര്യം അമേരിക്കയിൽ സെറ്റിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. കേരളം ജീവിക്കാൻ കൊള്ളില്ലല്ലോ. അയ്യേ കൊള്ളൂല സാറേ, അഴുക്ക അയ്യം. അപ്പൊ സർ ഈ ജോലി ജോലിയോ? അതൊക്കെ ആർക്ക് വേണം? ചുമ്മാ ഫുൾ ടൈം തെറിയും കേട്ടോണ്ട് എനിക്കെന്താ പ്രാന്തുണ്ടോ? വെറുത്തു പോയി. വലിച്ചെറിയടോ ആ കാക്കി കുപ്പായം. വലിച്ചെറിഞ്ഞു സാറേ. മാറിയിക്കടി, അമേരിക്ക പോകാൻ പോവാ. ഹലോ, കുന്നത്തടി പോലീസ് സ്റ്റേഷൻ. സാർ സാർ കൊടുക്കാൻ സാർ. സാറിന് ആരാടോ? SP. എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയൂ അയാളോട്. എനിക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്റെ അടുക്കളപ്പുറത്ത് വന്ന് സംസാരിക്കാൻ പറയൂ. ഐ ആം ടു ബിസി. ബുദ്ധിമുട്ടാണെങ്കിൽ എന്നെ പിരിച്ചു വിട്ടോളൂ. എന്നെയും. സാർ പറഞ്ഞത് സാറ് കേട്ടെന്നോ? സാറ് കേട്ടെന്ന്. കേക്കട്ടോ, കേക്കാനാടോ ഉറക്കെ പറഞ്ഞത്. അതെ പിന്നല്ല. സാർ പറഞ്ഞേക്കെ സാർ. ഓക്കെ സാർ. സാർ ഒരു പ്രശ്നമുണ്ട്. എന്നെ പിരിച്ചു വിട്ടെന്നായിരിക്കും. വിട്ടേക്കടോ. എന്നെ കൂടെ വിട്ടോളാൻ പറ. അമേരിക്കയിൽ പോകാൻ പോവാണല്ലോ. സാറേ, പാലക്കാടുള്ള ഒരു നമ്പൂതിരിക്കാണ് ശരിക്കും ലോട്ടറി അടിച്ചത്. 1ാം സമ്മാനം 2 കോടി. ഓടി. ഇവിടെ അടുത്തൊരു കല്യാണത്തിന് വന്നപ്പോഴാണ് ടിക്കറ്റ് എടുത്തത്. അടിച്ച ടിക്കറ്റ് അവിടെയുള്ള ഒരു ബാങ്കിൽ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ സമ്മാനം അടിച്ച കാര്യം അങ്ങേര് വൈകിട്ട് അറിഞ്ഞത്. ഇതെന്തിന് സാറേ, പിന്നെ ഈ വ്യാജ ലോട്ടറി ഉപയോഗിച്ച് പണം തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന് സാറിനെതിരെ വകുപ്പ് തല അന്വേഷണവും സസ്പെൻഷൻ. SP തെറി പറഞ്ഞതിന് പണി പിന്നെ തരാമെന്ന്. സാറേ ഈ വാലിന്റെ കാര്യം അത് ഡിസ്മിസ് ആയിരുന്നു. അമേരിക്കയിൽ എപ്പോഴാ പോകുന്നത്? കോടീശ്വരന്മാർ.